സുന്നി ഐക്യത്തിന് തയ്യാറാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ബഹ്റൈനിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കരീം ഏലംകുളത്തിന്റെ റിപ്പോർട്ടിലേക്ക്. രണ്ട് സുന്നി വിഭാഗങ്ങളുടെയും ഐക്യത്തിന് തയ്യാറാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറിയും മഅ്ദിൻ അക്കാദമി പ്രസിഡന്റുമായ ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി വ്യക്തമാക്കി. തങ്ങളുടെ നേതാവായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ കാര്യം വ്യക്തമാക്കിയതാണ്. എല്ലാവരുമായും യോജിച്ചു പ്രവർത്തിക്കുകയാണ് ലക്ഷ്യം. തങ്ങൾ എപ്പോഴും ഐക്യത്തിന്റെ ഭാഷയാണ് സംസാരിച്ചിട്ടുള്ളത് എന്നും ശരീഅത്ത് സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. മുജാഹിദ് വിഭാഗങ്ങൾ തമ്മിൽ യോജിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സുന്നി ഗ്രൂപ്പുകൾക്കും യോജിച്ചുകൂടെ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മുജാഹിദ് വിഭാഗങ്ങൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലെത്തിയപ്പോഴാണ് യോജിച്ചത് എന്നും ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി പറഞ്ഞു. മലപ്പുറം മേൽമുറിയിലെ മഅ്ദിൻ അക്കാദമിയുടെ 20ാം വാർഷികത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഖലീൽ അൽ ബുഖാരി പറഞ്ഞു. മഅ്ദിൻ വൈസനീയം എന്ന പേരിൽ 3 വർഷത്തെ ആഘോഷങ്ങളാണ് 20ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ലോകത്തെമ്പാടും ഒരു കാലത്ത് അറിയപ്പെട്ട മലബാറിന്റെ വിശദ ചരിത്രം തയ്യാറാക്കും. ചരിത്രകാരന്മാരുടെ നേതൃത്വത്തിൽ 2018 മലബാറിന്റെ വിശദ ചരിത്രം പൂർത്തിയാക്കും. ഇതോടൊപ്പം 20 രാജ്യങ്ങളിൽ മത സൌഹാർദ്ദ സമ്മേളനങ്ങൾ നടക്കും. പുരാതന മലബാറിന് ബന്ധമുണ്ടായിരുന്ന ഫിജി, ലണ്ടൻ എന്നിവിടങ്ങളിലെല്ലാം സമ്മേളനങ്ങൾ നടക്കും. മഅ്ദിൻ അക്കാദമിയിൽ ഖുർആൻ തിയേറ്റർ, അബാക്കസ് സെന്റർ, സയൻസ് ലാബ് എന്നിവയും സ്ഥാപിക്കും. മൊത്തം 20 പരിപാടികളാണ് 20ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നും തങ്ങൾ പറഞ്ഞു. 1997 ജൂൺ 6 മേൽമുറിയിലെ 7 സെന്റ് ഭൂമിയിൽ ആരംഭിച്ച മഅ്ദിൻ അക്കാദമി ഇന്ന് 150ലധികം ഏക്കറിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. സ്കൂൾ, കോളേജ്, പോളിടെക്നിക് തുടങ്ങിയവയ്ക്കൊപ്പം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഭാഷകൾ ഉൾക്കൊള്ളുന്ന ഫോറിൻ ലാംഗ്വേജ് സെന്ററുമുണ്ട്. ഏറ്റവും അത്യാധുനിക സൌകര്യങ്ങളാണ് മഅ്ദിൻ അക്കാദമി ഒരുക്കിയിരിക്കുന്നത്. 20,000-ലധികം വിദ്യാർത്ഥികളും 1878 ജീവനക്കാരും ഉൾക്കൊള്ളുന്ന സ്ഥാപനമാണ് മഅ്ദിൻ അക്കാദമി എന്നും ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KMAC ന്യൂസ്.